ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടുള്ള ഇൻ്റഗ്രൽസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈൻ സ്ക്വയർ എക്സിൻ്റെ എക്സ്പാൻഷൻ പഠിച്ചായിരുന്നു. ഇത്തവണ നമ്മൾ കോസ് സ്ക്വയർ എക്സിൻ്റെ പിന്നെ സൈൻ ക്യൂബ് എക്സിൻ്റെ ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് കോസ് സ്ക്വയർ എക്സിൻ്റെ എങ്ങനെ വരും നോക്കാം. അപ്പോൾ ഇൻ്റഗ്രൽസ് യൂസിങ് trigonometric. Integrals using trigonometric. Cos square x. Cos square x ന് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. Cos square is equal to 1 plus cos 2x divided by 2. ഇനി നമുക്ക് I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. I equal to നമ്മൾ ഇന്റഗ്രൽ ആഡ് ചെയ്യാണ്. ഇന്റഗ്രൽ cos square x dx. അതിന് നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ ഓഫ് ഇത് എടുത്തിട്ട് എഴുതിയത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് 1 പ്ലസ് കോസ് 2x ഡിവൈഡ് ബൈ 2 ഇതാവും ദാറ്റ്സ് ഈക്വൽ ടു dx എഴുതണേ. അപ്പോൾ ഇൻ്റഗ്രൽ 1/2 dx ഈ പ്ലസ് എടുത്തിടാം പ്ലസ് ഇൻ്റഗ്രൽ കോസ് 2x ബൈ 2 dx എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു ഈ 1/2 അതിന് മുമ്പ് 1/2 ഡി ഇൻ്റഗ്രൽ 1/2 ds പ്ലസ് ഈ 1/2 പുറത്തേക്ക് എടുക്കാമല്ലോ. അപ്പോൾ 1/2 ഇൻ്റഗ്രൽ കോസ് 2x dx എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു ഈ 1/2 പുറത്തേക്ക് എടുക്കാം. 1/2 ഇൻ്റഗ്രൽ dx പ്ലസ് 1/2 ഇൻ്റഗ്രൽ കോസ് 2x dx എന്ന് എഴുതാം. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഇൻ്റഗ്രൽ dx എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ 1/2 x പ്ലസ് 1/2 cos 2x എന്ന് പറയുന്നത് sin 2x ആണ്. സോ sin 2x ഡിവൈഡഡ് ബൈ 4 dx എന്ന് എടുത്ത് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു ഇപ്പോൾ ഇവിടെ ചെയ്യാമല്ലോ. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 1/2 x പ്ലസ് 1/2 sin ഇവിടെ ഈ കോമൺ ആയിട്ട് വരുമ്പോൾ 1/2 sin 2x ഇവിടെ എടുത്തിട്ട് ഇവിടെ 2 ആണ്. 2x ഡിവൈഡഡ് ബൈ ഇവിടെ 1/2 ആണല്ലോ വരുന്നത്. കാരണം 1/2 ഈ 1/2 എടുത്ത് ഇവിടെ എഴുതാം. dxന് x എന്ന് കൊടുക്കുക. ഈ 1/2 ഇവിടെ എടുത്ത് എഴുതാം. cos 2x sin 2x ആയി. 2 into x എന്ന് പറയുന്നത് 1 ആവും. അപ്പോൾ 2 അപ്പോൾ sin 2x ഡിവൈഡഡ് ബൈ 2 dx ആവും. സോ 1/2 x പ്ലസ് 1/2 sin 2x divided by 2. cos 2x എന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ dx ൻ്റെ ആവശ്യമില്ല. സോ 1/2 x പ്ലസ് ഇത് ഇങ്ങോട്ട് ഇടുമ്പോൾ 1/4 sin 2x എന്നുണ്ട്. sin 2x അതിന് നമുക്ക് 1/2 x പ്ലസ് 1/4 sin 2x പ്ലസ് c എന്ന് എഴുതാം. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ കോസ് സ്ക്വയർ എക്സിനെ ഫോം വന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സൈൻ ക്യൂബ് എക്സ് ആണ്. സൈൻ ക്യൂബ് എക്സിന് എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. സൈൻ ക്യൂബ് എക്സിനും നമുക്കൊരു ഫോർമുല ഉണ്ട്. സോ സൈൻ ക്യൂബ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ക്യൂബ് എക്സ് ഈക്വൽ ടു ഫോർമുല എന്തായിരിക്കും? സൈൻ ക്യൂബ് എക്സ് 3 sin x മൈനസ് സൈൻ 3x ഡിവൈഡഡ് ബൈ 4. അതാണ് സൈൻ ക്യൂബ് എക്സിൻ്റെ ഫോർമുല. അപ്പോൾ ഇൻ്റഗ്രൽ I ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അതിനെയാണെങ്കിലോ ഇൻ്റഗ്രൽ 3 sin x മൈനസ് സൈൻ 3x ബൈ 4 dx എന്ന് എഴുതാം. അതിനെ ഇൻ്റഗ്രൽ 3/4 sin x മൈനസ് 1/4 sin 3x ഇൻ്റഗ്രൽ ഇടണേ. ഇവിടെ ഇൻ്റഗ്രൽ ഇടണം. 1/4 sin 3x dx എന്ന് എഴുതാം. സോ 3/4 പുറത്ത് എഴുതാം. 3/4 ഇൻ്റഗ്രൽ ഇവിടെ ഇട്ടിട്ട് sin x മൈനസ് 1/4 ഇൻ്റഗ്രൽ sin 3x dx എന്ന് എഴുതാം. സോ ഇതിന് നമുക്ക് 3/4 ഇൻ്റഗ്രൽ sin x നമ്മളൊരു dx എഴുതാൻ കേട്ടോ. സോ നമ്മൾ വായിക്കുകയാണ്. ഓരോ സ്റ്റെപ്പിലും ds ഇട്ട് കൊടുക്കണം.
സോ integral that's equal to integral 3 sin x 3/4 sin x dx minus integral sin 3x 1/4 ഇവിടെ ഉണ്ട് 1/4 sin 3x dx എന്നിട്ട് കൊടുക്കാം. സോ ഇതിൽ 3/4 integral sin x dx minus 1/4 integral sin 3x dx എന്ന് എഴുതാം. ഇതിനെ 3/4 പുറത്തേക്ക് എടുക്കാം. ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് കോസസ് ആണ്, മൈനസ് കോസസ് മൈനസ് 1/4 സൈൻ 3x എന്ന് പറഞ്ഞാൽ കോസ് 3x ആണ്. സോ കോസ് 3x ഡിവൈഡ് ബൈ 3 ഇൻറ്റു എക്സ് ദാറ്റ് ഇസ് ഇക്വൽ ടു 3 കോസ് 3x/3 അങ്ങനെ എഴുതാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് 3/4 മൈനസ് കോസ് എക്സ് മൈനസ് 1/4 1/4ന് നമുക്കിവിടെ പ്ലസ് ഇട്ടിട്ട് 4 ഇൻറ്റു 3 ദാറ്റ്സ് ഈക്വൽ ടു 12 കോസ് 3x എന്ന് എഴുതാം. സോ ഇതിന് ആൻസറിന് കംപ്ലീറ്റ് ആയിട്ട് ദാറ്റ്സ് ഈക്വൽ ടു 3/4 മൈനസ് ഇവിടെ മൈനസ് ഉണ്ടല്ലോ അത് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ -3 കോസസ് പ്ലസ് 1/12 കോസ് 3x പ്ലസ് സി എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ തുടർന്നുള്ള ക്ലാസ്സിൽ കാത്തിരിക്കാം. താങ്ക് യു.